താനൂർ, തിരൂർ നിയോജകമണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് തിരൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മാണം പൂർത്തിയാക്കിയ പനമ്പാലം പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കായിക വഖഫ് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. താനൂർ നിയോജകമണ്ഡലത്തിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ മീശപ്പടി കോട്ടിലത്തറ റോഡിന്റെയും തിരൂർ പൊന്മുണ്ടം ബൈപ്പാസ് 4ാം റീച്ചിന്റെയും ഉദ്ഘാടനവും മീശപ്പടിയിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 13.39 കോടി ചെലവഴിച്ച് നിർമ്മിച്ച പനമ്പാലം പാലത്തിന് 104 മീറ്റർ നീളമുണ്ട്. 26 മീറ്റർ നീളത്തിലുള്ള 4 സ്നാപ്പുകളിലായാണ് നിർമ്മാണം. പയ്യനങ്ങാടി ഭാഗത്ത് 172 മീറ്ററും പുത്തനത്താണി ഭാഗത്ത് 64 മീറ്ററും നീളമുള്ള അപ്രോച്ച് റോഡുകളുടെയും അനുബന്ധ സംരക്ഷണ ഭിത്തി, ഡ്രൈനേജ്, കലുങ്കുകൾ, പാലത്തിന്റെ പെയിന്റിംഗ്, റോഡ് ടാറിംഗ്, സെൻബോർഡ്, ട്രാഫിക് സേഫ്റ്റി പ്രവൃത്തികളും അടങ്ങിയതാണ് നിർമ്മാണം. കെൽട്രോൺ മുഖേന ലൈറ്റുകൾ സ്ഥാപിക്കുന്ന 19.98 ലക്ഷം രൂപയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ 9-10 വാർഡുകളിലൂടെ കടന്നുപോകുന്നതാണ് മീശപ്പടി കോട്ടിലത്തറ റോഡ്. 1.5 കിലോമീറ്റർ നീളത്തിൽ 8 മീറ്റർ വീതിയിൽ 5 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 4 മീറ്റർ വീതിയുണ്ടായിരുന്ന ഈ റോഡ് 8 മീറ്റർ വീതിയിൽ നിർമ്മിക്കാൻ 74 ഭൂവുടമകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. തിരൂർ പുഴയ്ക്ക് കുറുകെ കോട്ടിലത്തറ മനക്കടവ് പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ ബംഗ്ലാംകുന്നിൽ നിന്നും തിരൂർക്കുള്ള എളുപ്പവഴി കൂടിയാവും ഈ പാത. 1.5 കിലോമീറ്റർ നീളത്തിൽ പൊന്മുണ്ടം മുതൽ ബംഗ്ലാംകുന്ന് വരെയുള്ള ബൈപ്പാസിന്റെ 4ാം റീച്ച് 2 കോടി ചെലവിലാണ് BMBC ചെയ്ത് നവീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചെന്നോത്ത്, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി, പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജിറ കുണ്ടിൽ, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT നാസർ, പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമ്മർ ഹാജി പോക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീദേവി പ്രാക്കുന്ന്, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CH അബ്ദുൽ ഗഫൂർ, പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ട് എഞ്ചിനീയർ UP ജയശ്രീ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പഞ്ചായത്ത് പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് തിരൂർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.